കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിക്കായി ലത്തീൻ സഭയുടെ സമ്മർദ്ദം. ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളയാളെ മേയറാക്കണമെന്ന് സഭ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. കൊച്ചിയിലും കൊല്ലത്തും ഡെപ്യൂട്ടി മേയർ പദവി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തെത്തി. പാലാരിവട്ടം കൗൺസിലർ വി കെ മിനിമോൾ, ഫോർട്ട് കൊച്ചി കൗൺസിലർ ഷൈനി മാത്യു എന്നിവരിൽ ഒരാളെ മേയറാക്കണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ഈ രണ്ടുപേരിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ മിനിമോൾക്കാണ് പാർട്ടി സീനിയോറിറ്റി. കൊച്ചി, ആലപ്പുഴ, വരാപ്പുഴ എന്നീ പ്രബലമായ ലത്തീൻ രൂപതകളുടെ സാന്നിധ്യമുള്ള നിർണായക സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് കൊച്ചി കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിൽ 46 ഡിവിഷൻസിൽ നിന്നും UDF വിജയിച്ചു. അതിൽ 18 ഡിവിഷനുകളിൽ ലത്തീൻ സമുദായങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. ഏകദേശം 39%. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും മേയർ സാധ്യതാ പട്ടികയിലുണ്ട്. സാമുദായിക പരിഗണന ഇല്ലെങ്കിൽ ദീപ്തിക്കാണ് സാധ്യത കൂടുതൽ. എന്നാൽ UDFന്റെ പ്രധാന വോട്ട് ബാങ്കായ ലത്തീൻ സഭയെ അവഗണിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ലെന്നാണ് സൂചന. കൊച്ചിയിലും കൊല്ലത്തും ഡെപ്യൂട്ടി മേയർ പദവി വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തെത്തി. സാമൂഹിക നീതിയുടെയും പ്രാതിനിധ്യത്തിന്റെയും പ്രശ്നമായാണ് ലീഗ് ഇത് ഉന്നയിക്കുന്നത്. 2015 ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ TK അഷ്റഫ് തന്നെയാണ് മത്സരിച്ചത്. അപ്പോൾ ആ ക്ലെയിം ഓൾറെഡി ഉണ്ട്. അത് എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത് UDFന്റെ ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഇരുന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കോഡിയലായിട്ട് അതിനുള്ള കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസ് മാനദണ്ഡം ഉടൻ പ്രഖ്യാപിക്കും. UDF കക്ഷികൾക്കിടയിൽ പദവികൾ പങ്കിടുന്നതിന്റെ മാനദണ്ഡവും ഉടൻ തീരുമാനിക്കും. മീഡിയ 1 കൊച്ചി.